യുഎസിന്റെ 47ാമത് പ്രസിഡന്റായി അധികാരമേറ്റെടുത്ത ഉടനെ ഒട്ടേറെ നയങ്ങളാണ് ട്രംപ് മാറ്റിയെഴുതിയത്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള പിന്മാറ്റവും ട്രാൻസ്ജെൻഡേഴ്സിനെ തള്ളിക്കളഞ്ഞതുമൊക്കെ ഏറെ ചർച്ചയാകുന്നുണ്ട്. പ്രസിഡന്റ് പദവിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ട്രംപ് വാശി പിടിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പനാമ കനാൽ പിടിച്ചെടുക്കും എന്നുള്ളത്. തന്റെ ആഗ്രഹം നേരത്തെ പങ്കുവച്ചെങ്കിലും പനാമ കനാൽ പിടിക്കാനുള്ള പദ്ധതി ഇതുവരെയും ട്രംപ് അവതരിപ്പിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ വ്യാമോഹത്തെ തള്ളി പനാമ പ്രസിഡന്റ് ജോസ് മുലിനോ രംഗത്തെത്തുന്നത്. കനാലിന്റെ ഭരണം പനാമ നിയന്ത്രണത്തിൽ തുടരുമെന്നും ലോകത്തിലെ ഒരു രാഷ്ട്രവും കനാലിന്റെ നിയന്ത്രണത്തിൽ ഇടപെടുന്നില്ല എന്നും ജോസ് മുനിലോ വ്യക്തമാക്കി. തലമുറകളുടെ പോരാട്ടത്തിന്റെ ഫലമായി 1999 കനാലിന്റെ നിയന്ത്രണം അമേരിക്ക പനാമയ്ക്ക് കൈമാറിയതായി മുലിനോ ചൂണ്ടിക്കാണിച്ചു. അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന സുപ്രധാന ജലപാതയിലൂടെ അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുന്നത് തുടരുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. തങ്ങളെ തന്നെ സംരക്ഷിക്കാനുള്ള അവകാശം തങ്ങൾ വിനിയോഗിക്കുമെന്നും ജോസ് മുലിനോ തറപ്പിച്ചു പറഞ്ഞു. മേഖലയിൽ ചൈനയുടെ സ്വാധീനം തടയാൻ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക വിട്ടു നൽകണമെന്ന് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ജലപാതയിലൂടെ സഞ്ചരിക്കുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് പനാമ അമിത ചാർജ് ഈടാക്കുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പനാമ കനാലിനെ അമേരിക്ക തിരിച്ചെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അമേരിക്ക ഫസ്റ്റ് എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി ശക്തമായ വിദേശ നയം നടപ്പാക്കുമെന്ന് ട്രംപ് പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്രീൻലാൻഡിനെയും കാനഡയെയും അമേരിക്കയുടെ ഭാഗമാക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. പനാമ കനാൽ പിടിച്ചെടുക്കുമെന്ന് ഇതിനു മുൻപേയും ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട്. വേനൽക്കാലം അടുത്തതോടെ പനാമ കനാലിലേക്ക് വെള്ളമെത്തിക്കുന്ന ഗത്തൂൺ തടാകത്തിലെ ജലലഭ്യത കുറഞ്ഞതോടെ ജനുവരി മുതൽ കനാൽ വഴിയുള്ള ഷിപ്പിംഗ് ചാർജ് വർദ്ധിപ്പിക്കാൻ പനാമ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇതോടെ കനാലിന്റെ സഖ്യകക്ഷിയായ യുഎസിന് കനാൽ തിരികെ നൽകേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. കനാലിന്റെ നിർമ്മാണത്തിൽ 38,000 അമേരിക്കക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നെന്നും ട്രംപ് അവകാശപ്പെട്ടു. പസഫിക് സമുദ്രത്തെ അറ്റ്ലാന്റിക് സമുദ്രവുമായി യോജിപ്പിക്കുന്ന കനാൽ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് അമേരിക്കയിലെ വൻകിട കമ്പനികളായിരുന്നു. അക്കാലത്ത് കൊളംബിയയുടെ ഭാഗമായിരുന്നു പനാമ. അന്ന് $1 കോടി നൽകി കനാലിന്റെ മേൽനോട്ടം 100 വർഷത്തേക്ക് കൈക്കലാക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നു. ഇതിനെ തുടർന്ന് 1903 കൊളംബിയയ്ക്ക് US പ്രതിനിധികൾ കരാറിൽ ഒപ്പുവെച്ചത്. എന്നാൽ ആ കരാറിന് ബൊളീവിയൻ സെനറ്റ് അംഗീകാരം നൽകാതിരുന്നതോടെ പനാമയെ കൊളംബിയയിൽ നിന്ന് അടർത്തി മാറ്റി പ്രത്യേക രാജ്യമാക്കി US മാറ്റി. ശേഷം കരാർ പാസാക്കി എടുക്കുകയും ചെയ്തു. എന്നാൽ 1968 പനാമയിൽ അധികാരത്തിൽ വന്ന മെർ രാജ്യത്തിന് കനാലിന് മേലുള്ള അവകാശവും ശക്തമാക്കിയതോടെ കനാൽ പനാമയ്ക്ക് കൈമാറണമെന്ന ആവശ്യം ശക്തമായി. ഇതോടെ 1977 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടർ കനാലിന്റെ അവകാശം പനാമയ്ക്ക് കൈമാറിക്കൊണ്ടുള്ള കരാറിൽ ഒപ്പുവെച്ചു. എന്നാൽ കരാർ ഒപ്പിട്ട് 4 വർഷത്തിനുള്ളിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. പിന്നീട് അങ്ങോട്ടുള്ള കാലം അമേരിക്കയും പനാമയും തമ്മിലുള്ള ബന്ധം പൊതുവെ സൗഹാർദ്ദപരം ആയിരുന്നു. എന്നാൽ സിഐയുടെ അടുപ്പക്കാരനെന്നറിയപ്പെട്ടിരുന്ന മാനുവൽ നൊറിയേഗ അധികാരത്തിലെത്തി കനാൽ തിരിച്ചു പിടിക്കാമെന്ന് അമേരിക്ക ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹം സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ അമേരിക്കയ്ക്ക് വീണ്ടും തിരിച്ചടിയായി. പിന്നീടാണ് കനാലിന്റെ പേരിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കം ഉടലെടുക്കുന്നത്.